ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കട്ടപ്പനയിലാണ് കേട്ടോ. നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ ഉള്ളത്, നമ്മുടെ ആദിക്കുട്ടനും മമ്മിയും ഉണ്ട്. നമ്മൾ ഇന്നലെ രാത്രിയാണ് കേട്ടോ എത്തിയത്. രാത്രി എന്ന് പറഞ്ഞാൽ 10:15 നമ്മളെത്തിയപ്പം. അതുകൊണ്ട് തന്നെ നമുക്ക് അന്നേരം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അതും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ വേഗം പോരുകയാണ് ചെയ്തത്. ഞങ്ങൾ മാത്രം പോരാനായിരുന്നു പ്ലാന്. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് അവരെയും കൂടെ കൊണ്ടുവരാനുള്ളൊരു പ്ലാൻ വന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം എന്താ പറയുക, അപ്പം എല്ലാവരും ഉണ്ട്. ഏകദേശം കഴിഞ്ഞ വർഷമാണ് മമ്മി ലാസ്റ്റ് ഇവിടെ വന്നിട്ട് പോയത്. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതിലെ കാണുന്നവരൊക്കെ കേട്ടോ, മമ്മി ഇപ്പോൾ വരാറില്ലേ. വീഡിയോ കാണുന്നവരാണെങ്കിൽ ചോദിക്കും മമ്മി ഇപ്പോൾ വരാറില്ല. പക്ഷെ വന്നിട്ട് ഒത്തിരി നാൾ കൂടിയാണ് വന്നത്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാസം 2-3 പ്രാവശ്യം നമ്മൾ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മമ്മിക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യം വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മമ്മി ഓടിയെത്തും, അല്ലാതെ വരേണ്ട ഒരാവശ്യം വന്നിട്ടില്ലായിരുന്നു. നമ്മളെപ്പോഴും അവിടെ ഉണ്ടല്ലോ, അവിടെയോട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്നിട്ട് എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സന്തോഷം. ഇത്രയും നാൾ ഉറങ്ങിക്കിടന്ന ഒരു വീടിന്ന് ഉണർന്നു നമ്മുടെ ആദിക്കുട്ടനൊക്കെ വന്നപ്പോൾ. ഭയങ്കര എന്താ പറയുക, രസമാണ്. ആദിക്കുട്ടനും കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം. അതുപോലെ തല്ലും വഴക്കും ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും അവരെ കാണിച്ചു തരാം കേട്ടോ. എന്നെടുക്കുക അമ്മയും കൊച്ചുമോനും കൂടെ സുമയിച്ചാനാ സുഖാണോ? എന്നോട് വിശേഷം? സുഖ. അപ്പം കഴിച്ചോ? അയ്യോ അതിന് ഇല്ല. വേണ്ടേ? വേണം. ഞൂഞ്ഞി എന്തി ഉറങ്ങിയോ? അയ്യോ, കൊച്ചുറങ്ങണ്ടേ? അത് ഈ ചൈന എന്തി കൊച്ചു പോകുന്നുണ്ടോ തോപ്രാവടിക്ക്? ഇന്ന് പോയാലോ? ഇപ്പൊ പോവാം. നമ്മുടെ ആദിക്കുട്ടനും ആവക്കുട്ടനും ഒക്കെ ഉറങ്ങുകയാണ് കേട്ടോ. ആദിക്കുട്ടൻ്റെ കൂടത്തിൽ കയറി കിടന്ന മമ്മിയും ഉറങ്ങുവാണോ അതോ ചുമ്മാ എടുക്കണമെന്ന് അറിയില്ല. മമ്മി ആദിക്കുട്ടൻ്റെ കൂടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഞാൻ ചുമ്മാ കയറി കിടന്നു. ചിലപ്പോൾ ആണെങ്കിൽ ഉറങ്ങും, അപ്പോൾ അറിയില്ല. സൗണ്ടും ബഹളമൊന്നും ഇല്ല. ഇപ്പം ഞാൻ വെച്ചാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സൗണ്ടും ബഹളമൊന്നും കാണില്ല. അപ്പോൾ മമ്മി കിടന്ന് ഉറങ്ങുമായിരിക്കും കേട്ടോ. നല്ല വെയിലാണ്, നന്നായിട്ട് വെയിലുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. 4:30-ക്കാണ് കുർബാന. അപ്പോൾ എല്ലാവരും ഉറങ്ങി എഴുന്നേറ്റ് സെറ്റായിട്ട് വേണം ഒന്ന് പോകാൻ. പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് നടത്തണമെന്നുണ്ട്. മമ്മീനെയും കൊണ്ട് പുറത്തിറങ്ങി ഒരു ചെറിയൊരു ഷോപ്പിംഗ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. എന്നു വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ക്രിസ്മസിന് മമ്മിക്ക് സാരി, എല്ലാവർക്കും ഡ്രസ്സ് മേടിച്ച് കൊടുത്തു. മമ്മിക്ക് സാരി മേടിച്ചത്. മമ്മിക്ക് പക്ഷേ അത് സാരി ഇഷ്ടപ്പെട്ടു, സാരിക്ക് വില കൂടി പോയി എന്ന് പറഞ്ഞിട്ട് മമ്മി എന്ത് ചെയ്താലും മമ്മി അത് മേടിക്കില്ലായിരുന്നു കേട്ടോ. ഭയങ്കര പ്രശ്നം. തിരിച്ചു കൊടുത്തിട്ട് വേറൊന്നുമല്ല. അപ്പം അത്രയും പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ എന്തെങ്കിലും മേടിക്കാമല്ലോ. കുഞ്ഞിന് എന്തെങ്കിലും മേടിക്കാം, എനിക്കെന്തെങ്കിലും മേടിക്കാം, അച്ഛക്ക് എന്തെങ്കിലും മേടിക്കാം. അപ്പോൾ അതുകൊണ്ട് തിരിച്ചുകൊണ്ട് കൊടുക്കുക. എന്നിട്ട് വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചോ എന്നല്ല. മമ്മിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. നമ്മുടെ ഈ പൈസ കുറവാണല്ലോ, നമുക്ക് പൈസ ഇല്ലല്ലോ. അപ്പം ഈ ഒരു പൈസ എനിക്ക് വേണ്ടി കളയുന്ന എന്തിനാ? അപ്പോൾ ആ കാശുണ്ടെങ്കിൽ എന്തെങ്കിലും മേടിക്കത്തില്ലേ എന്നുള്ള ഒരു ചിന്താഗതിയാണ് മമ്മിക്ക് കേട്ടോ. അപ്പോൾ മമ്മി അങ്ങനെ ആ ഡ്രസ്സ് തിരിച്ചു തന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര, ഞാനിങ്ങനെ വഴക്കൊക്കെ കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളത് വന്ന് പിറ്റേ ദിവസം ക്രിസ്മസ് കഴിഞ്ഞ് തിരിച്ച് വന്നതിൻ്റെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളത് കൊടുത്തിട്ട് വേറെ ഡ്രസ്സൊക്കെ എടുത്തായിരുന്നു. പക്ഷെ മമ്മിയോട് ഞാൻ പറഞ്ഞത് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. മമ്മി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലേ മമ്മിക്ക് തന്നെ എന്തെങ്കിലും മേടിക്കാം.
അപ്പം അയമ്പ് പറഞ്ഞു അതിന് ബില്ലൊന്നും ഇല്ലാതെ കേട്ടോ, നമ്മൾ ഈ റിട്ടേൺ കൊടുക്കേണ്ട കാര്യം ചിന്തിക്കുന്നത്. പക്ഷേ അതേൽ അവർ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, മാർക്കോട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ബില്ലില്ലായിരുന്നു. അപ്പോൾ ബില്ലില്ലാത്തതുകൊണ്ട് അവർ തിരിച്ചെടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെ കള്ളത്തരമൊക്കെ പറഞ്ഞു വെച്ചേക്കുമായിരുന്നു അമ്മയോട്. മമ്മി അത്രയും നമ്മളോട് പറഞ്ഞല്ലേ, അപ്പം നമ്മൾ തിരിച്ച് പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ നിമിഷം വരെ അമ്മ ഓർത്തിരിക്കുന്നത് ആ സാരി നമ്മുടെ കയ്യിലുണ്ടെന്നാണ്. അപ്പം അത് തിരിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞു നമുക്ക് കട്ടപ്പനയ്ക്ക് പോകാം, നമുക്ക് സാരിയും തിരിച്ചു കൊടുത്ത് നമുക്ക് വേറെ എന്തെങ്കിലും മേടിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം അമ്മ ഓർത്തുകൊണ്ടിരിക്കുന്ന ആ സാരി നമ്മുടെ കയ്യിലുണ്ടെന്നാണ്. പക്ഷേ നമ്മളത് ഓൾറെഡി തിരിച്ചു കൊടുത്തു. കാരണം മമ്മി എന്നാണ് ഇങ്ങോട്ട് വരുന്നത് നമുക്കറിയത്തില്ലല്ലോ. ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചെടുക്കില്ല സംഭവം. അപ്പോൾ അതുകൊണ്ട് അത് തിരിച്ച് നമ്മൾ കൊടുത്തു. പക്ഷേ മമ്മിയോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കയ്യിലുണ്ടെന്നാണ്. മമ്മിയൊന്ന് പറ്റിക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരം മമ്മി ഇതുവരെ മമ്മി ചോദിച്ചിട്ടില്ല അത് എന്ത് ചെയ്യുന്നു. അപ്പോൾ ഇറങ്ങാൻ നേരം ചിലപ്പോൾ മമ്മി ചോദിക്കും എന്ത് ചെയ്യും സാരി എന്ത് ചെയ്യും, ചിലപ്പോൾ ചോദിക്കുമായിരിക്കും കേട്ടോ, അപ്പോൾ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അന്നിനെ ഒന്ന് പറ്റിക്കാം, പുറത്തൊക്കെ കൊണ്ടുപോയി ചുമ്മാ ഒന്ന് വെറുതെ ഒന്ന് പുറത്തിറക്കാം, എന്തെങ്കിലും മേടിക്കാം എന്നൊക്കെ ഞങ്ങൾ എന്നാ വെച്ചാൽ പ്ലാസ്റ്റിക് കൂടാണോ തുണിയോ ഇല്ല, പ്ലാസ്റ്റിക് കൂട് താഴോട്ട് പോയാലോ നോക്കി ഞാനെടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. അതിനാ പക്ഷേ ഇവിടെ തുണികൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഭയങ്കരമായ കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കട്ടി കുറഞ്ഞ തുണികളൊക്കെ അടിച്ച് താഴെ. അപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ മാർക്കറ്റ് സൈഡിലൊക്കെ വീട് നമ്മൾ പെറുക്കിയെടുക്കും. പക്ഷേ ഇപ്പം താഴെ ആൾ വന്നിട്ടുണ്ട്, താഴെ നമ്മുടെ ഓണറും ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പം അവരുടെ ഇപ്പം അതുകൊണ്ട് താഴെ പോകാൻ നോക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. കാരണം മറ്റുള്ളവർക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. പക്ഷെ സൗണ്ടും പ്രശ്നമൊക്കെ ആയിട്ട് നമ്മുടെ ചെറുതരായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കുഞ്ഞു പിള്ളേരായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ചോദിക്കുകയാണ് ഇന്നുവഴി എന്തെങ്കിലും തുണി പുറത്തേക്ക് ചാടി പോയോ എന്ന് ചോദിക്കണം കേട്ടോ. ഞങ്ങളൊരെണ്ണം പറന്നു പോയിട്ട് റോഡിലൊക്കെ പോയി, പിന്നെ നമ്മളത് അവിടെ നിന്ന് എടുത്തുകൊണ്ടൊന്ന് കഴുകേണ്ടതായിട്ടൊക്കെ വന്നു, പൊടിയൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഏതാണ് മമ്മിക്ക് മേടിക്കുന്നത് എന്നൊക്കെ ഉള്ളത് പറ്റുവാണെങ്കിൽ പുറത്തിറങ്ങുന്ന വീഡിയോ നമ്മൾ എടുക്കാം. ആദ്യക്കുട്ടിനെയും കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ വെളിയിൽ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതൊരു ചുമ്മാതൊന്നും പറഞ്ഞതേ ഉള്ളൂ. കാരണം മമ്മി അത്രത്തോളം നമ്മൾ വാടകയ്ക്കൊക്കെ കിടക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ 1 രൂപ പോലും കളയരുത്, മമ്മിക്ക് വേണ്ടി കളയരുത് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് മമ്മിക്ക് കേട്ടോ. അല്ലാണ്ട് മമ്മിക്ക് സാധനം വേണ്ടാഞ്ഞിട്ടോ ഒന്നുമല്ല. പക്ഷെ ഒരിക്കൽ പോലും ഒന്നും വേണമെന്നും മമ്മി പറയത്തില്ല. അങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പോൾ അവരാണെങ്കിലും ചേട്ടായിയൊക്കെ ആണെങ്കിലും എന്തെങ്കിലും മേടിച്ചു കൊടുത്താലും എന്തിനാ ഇത് മേടിച്ചത് വേണ്ടാന്നൊക്കെ അങ്ങനെ പറയത്തുള്ളൂ. അതൊരിക്കലും നമ്മളെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ നമ്മൾ മേടിച്ചു കൊടുത്ത സാധനം ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല. മമ്മിക്ക് വേണ്ടി നമ്മൾ പൈസ കളയാൻ പാടില്ല. ആ പൈസ കൊണ്ട് നമുക്ക് എന്തെങ്കിലും മേടിച്ചാൽ അതാണ് മമ്മി ഏറ്റവും സന്തോഷം. പക്ഷെ നമ്മുടെ സന്തോഷം എന്താണ്, മമ്മിക്ക് എന്തെങ്കിലും മേടിച്ചാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നതാണ്. അപ്പം ഇല്ല, അപ്പം എനിക്കൊന്നും മേടിച്ചു കൊടുക്കാനോ അങ്ങനെ എന്താ പറയുക അന്നൊന്നും എൻ്റെ ഒന്നും ഇല്ല. അതാണ് സത്യാവസ്ഥ. അത് മേടിച്ചു കൊടുക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എൻ്റെ കയ്യിലൊന്നും അന്ന് നമ്മുടെ ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് അങ്ങനെയൊന്നും അധികം മേടിച്ചു കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ദൈവം സഹായിച്ച് ഇപ്പം പൈസയൊക്കെ ഇച്ചിരിയെങ്കിലുമൊക്കെ ഉണ്ടായ സമയത്ത് ആൾ നമ്മുടെ കൂടെയും ഇല്ല. അപ്പം അതൊന്നും ഒരു വിഷമമാണ് കേട്ടോ. അതൊന്നും ഒരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം വേദനയാണ്. ഞാൻ എപ്പോഴും പറയും ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയി നിർത്തിയേനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എന്നിട്ട് അപ്പം എനിക്ക് എത്രത്തോളം ഇഷ്ടമാണ്. പക്ഷേ അത് നടന്നില്ല. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് മമ്മിക്ക് മേടിച്ച് കൊടുക്കുന്നത്. പക്ഷെ മമ്മി എന്താ വിചാരിക്കുക, മമ്മി നേരെ തിരിച്ച് വിചാരിക്കും നമ്മളെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല കേട്ടോ. അപ്പം മമ്മിക്ക് ചെറിയ പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആ വിലയ്ക്കുള്ള സാധനം തന്നെ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഓക്കെ, നമുക്ക് നോക്കാം. മമ്മി ചിലപ്പോൾ അവിടെ ചെല്ലുമ്പം മമ്മി സാധാരണ എന്നറിയാവോ, നമ്മൾ കടയിലോട്ടാന്നും പറയാതെ തുണിക്കടയിലോട്ടാന്നും പറയാതെ നമ്മൾ മമ്മീനെ കൊണ്ടുപോകും. പക്ഷേ കടയുടെ ഫ്രണ്ടിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും മമ്മിക്ക് മനസ്സിലാവും. മമ്മി അന്നേരം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കയറില്ല കടയിൽ. അങ്ങനെ ഒരു പ്രാവശ്യം തിരിച്ചു പോകുന്നു കേട്ടോ, കടയിൽ കയറാതെ തിരിച്ചു പോകുന്നു. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. വേറൊന്നുമല്ല, മക്കളുടെ അതിയായ സ്നേഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ പെരുമാറുന്നത്. അകത്ത് കിടന്ന് ഉറങ്ങുകയാണ് ഞാൻ ആ സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. എവിടെയായിരുന്നു വെച്ചാൽ തുണി മറന്നു പോയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി വീഡിയോ. അപ്പോൾ എല്ലാവരും ഇവിടെയുണ്ട്, ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ 3 പേര് മാത്രമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒച്ചയില്ലാതൊക്കെ ഇല്ലാത്തിരിക്കുന്നിടത്ത് ആദ്യക്കുട്ടനെ പോലെ പിക്കിരി 24 മണിക്കൂർ സൗണ്ട് ഉണ്ടാക്കി കിടക്കുന്ന ആദ്യക്കുട്ടൻ വന്നപ്പം കുഞ്ഞിനും ഭയങ്കര ഇതായി. എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ എടുക്കണം എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് കേട്ടോ. ഇതിപ്പോൾ ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ച് 2 ആളും കൂടി നടക്കുകയാണ്. അതുകൊണ്ട് തമ്മി ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ കണ്ടല്ലോ. അപ്പം അതൊക്കെ ഉള്ളവർ വന്നതിൻ്റെ ഒരു കുട്ടി വിശേഷം. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.